10ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന് ഇലന്തുകടവിൽ ഉജ്ജ്വല സമാപനം. സമാപന സമ്മേളനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കേളു ഉദ്ഘാടനം ചെയ്തു. പൊതുവിടങ്ങളിലെ ശുചിത്വവും പെരുമാറ്റരീതിയും വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മാസത്തോളം മലയോര മേഖലയ്ക്ക് ഉത്സവഛായ പകർന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10ാമത് പതിപ്പിന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഇലന്തുകടവിൽ ഉജ്ജ്വല സമാപനം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൽ ന്യൂസിലാൻഡിൽ നിന്നുള്ള മനു വിംഗ് വാക്കണഗൽ റാപ്പിഡ് രാജിയായും ജർമ്മനിക്കാരി മരീസ കൗപ്പ് റാപ്പിഡ് റാണിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരും 1,20,000 രൂപ വീതമുള്ള ചെക്ക് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവിൽ നിന്ന് ഏറ്റുവാങ്ങി. മികച്ച ഇന്ത്യൻ പാഡ്ലർ വനിതാ വിഭാഗത്തിൽ നൈന അധികാരിയും പുരുഷ വിഭാഗത്തിൽ അമിത് താപ്പയുമാണ്. സമാപനം മന്ത്രി കേളു ഉദ്ഘാടനം ചെയ്തു. പൊതുവിടങ്ങളിലെ ശുചിത്വവും ആളുകളോടുള്ള പെരുമാറ്റവും വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കാർഷിക സംസ്ഥാനമായ കേരളം കലാന്തരത്തിൽ മാറിമറിഞ്ഞ് വിനോദസഞ്ചാര മേഖലയിലാണ് ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ പ്രധാന തൊഴിൽ വരുമാന മേഖലയായി വിനോദസഞ്ചാര മേഖല മാറി. വിനോദസഞ്ചാര പദ്ധതികളെ നന്നായി പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ടൂറിസം കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ടൂറിസം പദ്ധതികളെ പരമാവധി നമ്മുടെ സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. കേരളത്തെ സംബന്ധിച്ച് എടുത്ത് പരിശോധിക്കുമ്പോൾ നേരത്തെ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ്. ആ കാർഷിക സംസ്ഥാനം ഇന്ന് മാറി മാറി വലിയ രീതിയിലുള്ള ഒരു ടൂറിസത്തിലാണ് എത്തി നിൽക്കുന്നത്. സാഹസിക വിനോദസഞ്ചാരത്തിന് മലബാർ മേഖലയുടെ ഓഫീസായി പുലിക്കയത്തെ ടൂറിസം ഫെസിലിറ്റേഷൻ കേന്ദ്രത്തെ മാറ്റുമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. വരും നാളുകളിൽ മലബാർ റിവർ ഫെസ്റ്റിവൽ കൂടുതൽ വിപുലമായി നടത്താനുള്ള പരിപാടികളുമായി മുന്നോട്ടു പോകും. സ്വദേശികൾക്ക് പുറമെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള 15 അന്താരാഷ്ട്ര കയാക്കർമാരാണ് മലബാർ റിവർ ഫെസ്റ്റിവലിൽ തുഴയെറിഞ്ഞത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, കുടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ PT ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.